CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും ഇന്നലത്തെ ഒരു മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FC സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ രണ്ട് സൂപ്പർ താരങ്ങൾക്ക് അടുത്ത ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള മത്സരം നഷ്ടമാവുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഇന്നലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ജംഷഡ്പൂരിനെതിരായുള്ള മത്സരം. അതും ജംഷഡ്പൂരിന്റെ തട്ടകത്തിൽ വെച്ചായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ സമനിലയിലാണ് മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. 1-1 എന്ന സ്കോറിൽ മത്സരം അവസാനിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ രണ്ട് സൂപ്പർ താരങ്ങളായ ഡാനിഷ് ഫാറൂഖിനും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ വൻമതിലായ മിലോസ് ഡ്രിൻസിച്ചിനും യെല്ലോ കാർഡുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ. അതുകൊണ്ട് തന്നെ ഇരു താരങ്ങൾക്കും അടുത്ത ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള മത്സരം നഷ്ടമാവുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മിലോസ് ഡ്രിൻസിച്ചിന്റെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിലെ 4ാമത്തെ യെല്ലോ കാർഡാണ് താരത്തിന് ഇന്നലെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താരത്തിന് അടുത്ത മത്സരമായി ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള മത്സരം നഷ്ടമാവുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഡാനിഷ് ഫാറൂഖിൻ്റെത് നോക്കുകയാണെങ്കിൽ താരത്തിന് ഈ ഒരു സീസണിൽ 7ഓളം യെല്ലോ കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള മത്സരം ഡാനിഷ് ഫാറൂഖിനും നഷ്ടമാവുമെന്ന് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഡാനിഷ് ഫാറൂഖിൻ്റെത് പോകട്ടെ എന്ന് വെക്കാം, പക്ഷേ മിലോസ് ഡ്രിൻസിച്ചിൻ്റെത് അങ്ങനെയല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു താരം കൂടിയാണ് മിലോസ് എന്ന സൂപ്പർ താരം. അതുകൊണ്ട് തന്നെ മിലോസ് ഡ്രിൻസിച്ച് കളിക്ക് ഇറങ്ങുകയില്ല എന്നത് വളരെ തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് കൂടാതെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിജയിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാമായിരുന്നു. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഒരു പോയിന്റ് കൂടി അത്യാവശ്യം തന്നെയാണ്. ഏതായാലും അടുത്ത മത്സരത്തിൽ സമനില ലഭിക്കുകയോ അല്ലെങ്കിൽ വിജയം സ്വന്തമാക്കുകയോ ചെയ്താൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ ഇന്നലത്തെ ജംഷഡ്പൂർ FCക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലിത്വാനിയ നായകനായ ഫെഡോർ സെർണിച്ചിന്റെ ഭാഗത്തു നിന്നും കൂടാതെ തന്നെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രോസ് ഡയമൻഡക്കോസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ഒരുപാട് അറ്റംപ്റ്റുകൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ദിമിത്രോസ് ഡയമൻഡക്കോസ് ആയിരുന്നു. ഈ ഒരു ഗോളോട് കൂടി താരം ഗോൾഡൻ ബൂട്ട് റേസിൽ നിലവിൽ 1ാം സ്ഥാനത്താണുള്ളത്. ഇതുകൂടാതെ ഇന്നലത്തെ മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് താരങ്ങളെ ഇറക്കി കളിപ്പിക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്ത വരാനിരിക്കുന്ന ഞങ്ങളുടെ മത്സരങ്ങളിലെല്ലാം ഞങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ചിലപ്പോൾ 5-6 പ്ലേയേഴ്സിനെ വരെ ഞങ്ങൾ റൊട്ടേറ്റ് ചെയ്താക്കാമെന്നും ഇവാൻ വുക്കോമാനോവിച്ച് കളിക്ക് ശേഷം പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഇന്നലെ വലിയ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നത് ജസ്റ്റിൻ ഇമാലിന് പരിക്ക് പറ്റിയത് തന്നെയായിരുന്നു. ജസ്റ്റിൻ ഇമാലിന് പരിക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു ഗോളെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും അടിച്ചേനെ. ഏതായാലും ഈ ഒരു റൊട്ടേഷനിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഗുണം നൽകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISL-നെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.